നമുക്കൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ്. ഇത് നമുക്ക് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഗ്യാസിൽ വെള്ളവും ഉപ്പും ഒഴിച്ച് ചക്കക്കുരു വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വേകട്ടെ. നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒടിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ നിർത്താനായിട്ട്. അപ്പോൾ നമുക്ക് നിർത്തി വെക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം. ചേർക്കാനുള്ള സാധനങ്ങൾ എടുക്കാതെ തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, കറിവേപ്പില, പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് ചെറുള്ളി കഴുകി വൃത്തിയാക്കിയത്, കുറച്ച് വെളുത്തുള്ളിയും ചെറുള്ളിയും മുളകും പെരിഞ്ജീരകവും കൂടെ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, മുളകും പെരിഞ്ജീരകവും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള എടുത്ത് വെച്ചിരിക്കുന്ന സാധനം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതിയാവും. നമ്മൾ ചക്കക്കുരുവിനകത്ത് ചേർത്തിട്ടുണ്ട് നേരത്തെ. അത് കാരണം ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം മതിയാവും. നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയും സാധനങ്ങളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മളിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നത് എന്ത് നല്ലത്. നമ്മൾ ചക്കക്കുരു ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്.